ചേകനെ ചായക്ക് എന്ത് കടി? ദോശ ഉണ്ടല്ലേ, മുട്ട ഇരിപ്പില്ലേ? ഒരു വെറൈറ്റി ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കാവുന്നതാണ്. ഞാനിവിടെ 3 മുട്ടയായിരുന്നു എടുത്തത്. മുട്ട നല്ലതുപോലെ വെന്ത ശേഷം ഐസ് വാട്ടറിലേക്ക് മാറ്റി കൊടുക്കുക. മുട്ടയുടെ ഉള്ളിലെ ചൂട് പോയ ശേഷം നമുക്കിതിൻ്റെ തോട് പൊളിച്ച് മാറ്റാവുന്നതാണ്. ഇനി ഒരു മുട്ട എടുത്ത ശേഷം 6 റൗണ്ടായിട്ട് മുറിച്ചെടുക്കുക. ഒരു നൂല് ഉപയോഗിച്ചിട്ടാണ് ഞാൻ മുറിച്ചത്. ഇനി അതിലേക്ക് നമുക്ക് മുട്ടയിലേക്ക് മസാലക്കൂട്ടിട്ട് കൊടുക്കാം. ഞാൻ മസാലക്കൂട്ടായിട്ട് ഉപയോഗിച്ചത് അല്പം മുളകിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവയാണ്. ഇനി ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എല്ലാ വശവും ഓയിലാവാൻ വേണ്ടി ഒരു ബ്രഷ് ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് അല്പം ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. ഉണ്ണിയപ്പച്ചട്ടീൻ്റെ എല്ലാ കുഴിയിലേക്കും ദോശമാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ദോശമാവ് ഒഴിച്ചു കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ടയുടെ ഓരോ മിക്സ് വീതം വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് അല്പം ദോശമാവ് കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ അല്പം ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സ്പ്രെഡ് ചെയ്താൽ മതിയേ. ഓരോ വശം വെന്ത ശേഷം തിരിച്ചിട്ടും വേവിക്കുക. 2 വശവും നല്ലതുപോലെ വെന്ത ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂൺ മുളകിൻ്റെ പൊടി, അല്പം ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞളിൻ്റെ പൊടി, 1/2 സ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം ഈ മുട്ടപ്പനിയാരം അതിലേക്ക് ഇട്ട് കൊടുക്കുക. മസാലക്കൂട്ടില്ലാണ്ടും നമുക്ക് മുട്ടപ്പനിയാരം അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഞങ്ങൾ പിന്നെ ചായേൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് മസാലക്കൂട്ടും കൂടി ചേർത്തുന്നേ ഉള്ളൂ. അതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ എല്ലാ ഭാഗത്തും മിക്സ് ആവുന്നത് വരെ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. മസാല പിടിച്ച ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈർക്കിൽ ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇക്കായ്ക്ക് കൊടുക്കാം. ഇക്കായോട് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമുക്ക് കൊടുത്താലോ? അടിപൊളി, അടിപൊളി കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ്, അടിപൊളിയാണ്.